മാത്രം സ്വീകരിക്കുക. കളിക്കളത്തിന് പുറത്ത് നാടിന് വെളിയിൽ മണലാരണ്യങ്ങളുടെ നടുവിലിരുന്ന് കളി നിയന്ത്രിക്കുന്ന കൗശലക്കാരനായ പരിശീലകൻ സാദത്തടപ്പാളിന്റെ നിയന്ത്രണത്തിൻ കീഴിൽ ഇന്നിന്റെ തട്ടകം കീഴ്പ്പെടുത്തുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ചെമ്പട ഒരു പുറത്ത്, മറുവശത്ത് ഫസ്റ്റ് ക്ലബ് തെക്കേപ്പുറം കുന്നംകുളം. മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് വണ്ടി കയറിയത് വെറുതെയല്ലെന്ന് ഒരിക്കൽ കൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെക്കുവാനുറച്ച് കടന്നു വരുന്ന കരിമ്പുലി കൂട്ടങ്ങളിൽ തന്നെ വിശേഷിപ്പിക്കാവുന്ന നീലപ്പടയാളികൾ. കയ്യടിയോടുകൂടി മാത്രം സ്വീകരിക്കേണ്ടുന്ന ഒരു പോരാട്ട തട്ടകം. കരിമ്പനയുടെ ഇളം കൊമ്പ് വാട്ടിപ്പിഴിഞ്ഞ നീരിൽ ഉറുമി കാച്ചിയെടുത്ത് ചുഴറ്റിയെറിഞ്ഞാൽ ആനത്തുമ്പി പോലും അറ്റുവീഴുമെന്ന ചേകവന്മാരുടെ നിയമങ്ങൾ ഒരിക്കൽ കൂടി അന്വർത്ഥമാക്കുന്ന ഒരു പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ഒരു പുറത്ത് അംഗച്ചേകവന്മാരുടെ നാട്ടിൽ നിന്ന് അംഗക്കച്ചമുറുക്കി അംഗത്തിനെത്തിയിരിക്കുന്ന മലബാറിന്റെ സിംഹങ്ങൾ ആഹാ ഫ്രണ്ട്സ് എടപ്പാൾ മലപ്പുറം. ഒന്നാം നമ്പറിൽ നിന്നും പടനായകനായി വിരാജിച്ച് വളർന്നു വരുന്ന പപ്പൻ എടപ്പാൾ. രണ്ടാം നമ്പറിൽ ഞാൻ തന്നെ പലയാവർത്തി പറഞ്ഞുപോയ നാമധേയങ്ങളിൽ ഒന്ന് കുട്ടി ക്രിക്കറ്റിന്റെ അമരക്കാരൻ ക്രിസ് ഗെയിലിന്റെ പ്രതിപുരുഷൻ ബനാത് പുല്ലാറായ എടപ്പാൾ. മൂന്നാം നമ്പറിൽ എന്നും കായിക കേരളം നെഞ്ചേറ്റി വാങ്ങിയ വടംവലിയുടെ ഓൾറൗണ്ട് മികവുമായി പടക്കളത്തിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നു വരുന്ന സുന്ദര സൗകുമാര്യ പുരുഷൻ നൗഷാദ് എടപ്പാൾ. നാലാം നമ്പറിൽ കേട്ടുമഴങ്ങിയ നാമങ്ങളിൽ ഒന്ന് ജിമ്മി വളനാടൻ. അധികായതിനു ശേഷം കേരളക്കരയിലെ 4ാം നമ്പർ മത്സരാർത്ഥി ആര് എന്ന ചോദ്യത്തിന് ഉത്തരം അരക്കിട്ടുറപ്പിക്കുന്ന പ്രകടനവുമായി മുഹമ്മദ് എടപ്പാൾ. 4ാം നമ്പറിൽ കായിക കേരളത്തിന്റെ താപ്പാന എന്ന വിശേഷണവുമായി നമ്മളുടെ പ്രിയ സുഹൃത്ത് മലബാറിന്റെ ഏറ്റവും മികച്ച അനൗൺസർമാരിൽ ഒരാൾ എന്നും നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിട്ടിരുന്ന നാമധേയം പ്രജിത്ത്. 6ാം നമ്പറിൽ സണ്ണി. 7 ഷംസീറിൽ അവസാനിക്കുന്ന 7 ചാമ്പ്യൻ കായിക താരങ്ങൾ ഇന്നിന്റെ തട്ടകത്തിൽ പടനയിക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്നുവെങ്കിൽ മറുപുറത്ത് ശക്തന്റെ മണ്ണിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന കായിക പ്രതിഭകളും പ്രതിഭാശാലികളുമായ മത്സരാർത്ഥികൾ നേർക്കുനേർ കൊണ്ടുപോർക്കുന്ന കാഴ്ച. ഇന്നിന്റെ തട്ടകം ആര് കീഴടക്കുമെന്ന് അറിയുവാനുള്ള പോരാട്ട പോർക്കളം. 29ാമത് ചാമ്പ്യൻ പട്ടത്തിലേക്ക് പപ്പനും സംഘവും കാലെടുത്ത് വയ്ക്കുമോ, അതോ 28ൽ ചാമ്പ്യൻ പട്ടങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ടൊരു കാക്കനാടിന്റെ മണ്ണ് ആവർത്തിച്ചുകൊണ്ട് കടന്നു പോകുമോ? കാക്കനാടും ഇതേ നിലയിൽ തന്നെ കടന്നുപോയതാണ്. അന്ന് ഇതേ ഫസ്റ്റ് ക്ലബ് തെക്കേപ്പുറം ആഹാ എടപ്പാളിനെ അട്ടിമറിച്ച് ഫൈനലിലേക്ക് കടന്നു ചെന്നപ്പോൾ നോക്കി നിന്ന ഭീഷ്മ ബോയ്സ് അവിടെ നിന്ന് ചാമ്പ്യൻ പട്ടം കൊത്തിയെടുത്ത് പറന്നുപോയൊരു ചെമ്പരന്തായി മാറിയ കഥ നമ്മൾ വായിച്ച് മറന്നു കളഞ്ഞതാണ്. കൈയടിച്ച് മാത്രം സ്വീകരിക്കുക. ആവേശ പോരാട്ടത്തിന്റെ എതിർവരമ്പുകളിലേക്ക് വീണ്ടും കാക്കനാടിനെ തച്ചു തകർക്കുവാനുറച്ച് അതേ നാണയത്തിൽ തെക്കേപ്പുറത്തിന്റെ കായിക പ്രതിഭകൾക്കൊരു നേരിയൊരു മുൻതൂക്കത്തിന് ഒരു ചെറിയ തിരിച്ചടി നൽകുവാനുറച്ച് എത്തിച്ചേർന്നിരിക്കുന്ന ചെമ്പട മുന്നോട്ടോ, മറുപുറത്ത് നീലപ്പടയാളികൾ മുന്നോട്ടോ. വിട്ടുകൊടുക്കാൻ മനസ്സില്ലാത്തവർ ആയിരക്കണക്കിന് എത്തിച്ചേർന്നിരിക്കുന്ന കായിക പ്രേമികളുടെ ആരവത്തിന്റെ നടുവിൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഇന്ത്യയുടെ ഇടഭൂമിയിലേക്ക് കാലെടുത്ത് വെച്ച് കടന്നു വന്നപ്പോൾ കർക്കിടകത്തിന്റെ കറുത്ത രാത്രികളിൽ കലർക്കലയിലേക്ക് ഇറങ്ങി കുതിച്ചെത്തുന്ന തിരമാലകൾ. ആ തിരമാലകളെ കീഴ്മുറിച്ചുകൊണ്ട് തന്റെ ലക്ഷ്യത്തിലേക്ക് ഒരു ചെറുവഞ്ചിയുമായി കുതിച്ചു പായുന്ന അരയന്റെ ശൗര്യത്തോടുകൂടി മത്സരിച്ചു കയറുന്നവർ സെക്കൻഡിലേക്ക്